വല്ലപ്പോഴൊക്കെ ട്രെയിനിലൊന്ന് പോകണം. തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂർ വരെയോ കോയമ്പത്തൂർ വരെയോ പാലക്കാട് വരെയോ പോകണം. ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേയുടെ സ്ഥലങ്ങളിൽ പുറംപോക്കുകളിൽ പ്ലാസ്റ്റിക് ചാക്ക് തിരികെ കിടക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അവരുടെ വിവാഹം, അവരുടെ ഹണിമൂൺ എല്ലാം അതിനകത്താണ്. നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനകത്തിരിക്കുമ്പോൾ, ട്രെയിനകത്തിരിക്കുമ്പോൾ അഴുക്ക് ജാലികൾ തുടച്ച് നിങ്ങളുടെ വൃത്തികെട്ട ചെരുപ്പും ചളിയും ഉൾപ്പെടെ തുടച്ച് കൈ നീട്ടുന്ന കുഞ്ഞുങ്ങളെ കാണാം. വയറ്റത്തടിച്ച് പാടി നിങ്ങളുടെ കൈ നീട്ടുന്നവരെ കാണാം. ഹോട്ടലിന്റെ വേസ്റ്റ് കൂടിൽ നിന്ന് വലിച്ചു വാരിയിട്ട് തിന്നുന്ന എത്ര ചെറുപ്പക്കാരെ വഴിയിൽ കാണാം. റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ അന്തി ഉറങ്ങുന്ന എത്ര പേരെ കാണാം. കാറിൽ കയറി ഞാൻ പോകുമ്പോൾ പെരുമഴ പെയ്യാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കണം, പെരുമഴ പെയ്യുന്നു. അപ്പോൾ ആ റോഡിന്റെ രണ്ട് സൈഡിലും 100 കണക്കിന് ആളുകൾ കിടന്നുറങ്ങും. കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ. പെട്ടെന്ന് പെരുമഴ പെയ്തു. കാളയെ പോലെ, പോത്തിനെ പോലെ അവർ അവിടെ കിടന്ന് നനയുകയാണ്. അവർക്ക് പോകാൻ ഒരിടമില്ല. 2 മണി രാത്രി കുഞ്ഞെ നീ കിടന്നുറങ്ങുമ്പോൾ ഒരു കുടം വെള്ളം നിന്റെ തലയിൽ ഒഴിച്ചാൽ എന്താ അവസ്ഥ? ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും സ്റ്റേജിൽ ഇരിക്കുന്നതോട് ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് നീ റെയിൽവേ പുറമ്പോക്കിൽ ജനിച്ചില്ല? ഒരു നേരത്തെ ആഹാരത്തിന് വയറ്റത്തടിച്ച് പാടുന്നവനായി നീ എന്തുകൊണ്ട് മാറിയില്ല? എച്ചിലും തൂത്തുവാരുന്നവനായി നീ മാറാഞ്ഞതല്ല? ഹോട്ടലിന്റെ വേസ്റ്റ് കോണിൽ നീ വലിച്ചു വാരി തിന്നുന്നവനായി മാറാഞ്ഞതെന്താ? മക്കളെ, നീയും ഞാനും ഇന്ന് രാത്രി അനുഭവിക്കുന്ന സകല നന്മയ്ക്ക് ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് കൃപ. വായം തുറന്ന് കൈയൊന്ന് ഉയർത്തി പാടിക്ക്. കൈയൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ച ഞാൻ പാട്ടൊക്കെ കൊടുത്താ നേരമില്ല. കൃപ 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 കൃപ. വാ തുറന്ന് പറപ്പച്ച കൃപയാ കൃപയാ കൃപയാ. ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. അവർ നമ്മളെക്കാൾ അയോഗ്യരല്ലേ? നമ്മുടെ യോഗ്യതയല്ലേ? ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, കൃപയാ കൃപ. അഹങ്കരിക്കരുത്, കൃപയാ. നമ്മുടെ ഇലക്ക 10,000-ന്റെ 20,000-ന്റെയും കണ്ണു നിറഞ്ഞു. കൃപയാ മോനെ. 50,000-ന് ലാപ്ടോപ്പ് ഉണ്ട്, ഫോണുണ്ട്. 50 രൂപ കൊടുത്താൽ ഒരു ബുക്ക് വാങ്ങാം, നോട്ട്ബുക്ക്. കുഞ്ഞേ, നീ 20,000-ന്റെ ടാബും ഫോണും മാറി മാറി ഉപയോഗിക്കുമ്പോൾ 50 രൂപയുടെ ഒരു നോട്ട്ബുക്ക് വാങ്ങാൻ നിർവാഹമില്ലാത്ത 10,000-ങ്ങളുണ്ടെന്ന് പറഞ്ഞു. കൃപയാ, വല്ലതും കിട്ടിയ കൃപയാ. എന്തുകൊണ്ടാണ് അഹങ്കരിക്കുന്നത്?